Hello everyone, welcome to Kids Area Online. Class 5 ഹിന്ദി എക്സാം ആയിരുന്നു. എല്ലാവരും ആൻസേഴ്സ് എഴുതിയല്ലോ. എക്സാം ഈസി ആയിരുന്നു അല്ലേ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഗതിവിധി 1, ഒന്നാമത്തെ ആക്ടിവിറ്റി 1A-യും 1B-യും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. धूप आ गई कविता का एक अंश पढ़े और प्रश्नों के उत्तर लिखे. അതിൽ ഒന്നാമത്തേത് എ ക്വസ്റ്റ്യൻ, പങ്ക്തിയാം സഹി രൂപ സേ ലിഖേ, കവിതയുടെ രൂപത്തിൽ എഴുതുക. ഇവിടെ കവിതയുടെ ഓരോ വരികളും ഓർഡർ തെറ്റിച്ചു കൊടുത്തിരിക്കുവാണ്. അത് കവിതയുടെ ഓർഡറിൽ എഴുതുക. അപ്പോൾ ഒന്നാമത്തെ വരിയുടെ ആദ്യത്തെ വാക്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ വരി ധൂപ് ആഗയി സുബഹ് സുബഹ് കി എന്നാണ് ഒന്നാമത്തെ വരി. രണ്ടാമത്തെ വരി കലിയാം പ്യാരി പ്യാരി മഹ്കീം. മൂന്നാമത്തെ വരി കലിയാം ക്യാരി ക്യാരി മഹ്കീം. നാലാമത്തെ വരി കലിയാം ഇത്തനി സാരി മഹ്കീം. അപ്പൊ ഇങ്ങനെ ഓരോ വരി കറക്റ്റ് ഓർഡറിലാക്കി 1 2 3 കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനായിരുന്നു എ ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യൻ, സുബഹ് സുബഹ് കോൻ ആ ഗയി, രാവിലെ ആരാണ് സുബഹ് സുബഹ്, അത് രാവിലെ ആരാ എത്തിയ, മോർണിംഗിൽ ആരാ വന്നേ, ധൂപ്. ആരാ വന്നേ, ധൂപ്, വെയിലാണ് വന്നത്. ഓക്കെ, അതായിരുന്നു രണ്ടാമത്തെ ചോദ്യത്തിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ. 1B പങ്ക്തിയാം സഹി രൂപ സേ ലിഖേം, സെയിം തന്നെയാണ്. അടുത്ത 4 വരി നൽകിയിട്ടുണ്ട്. അത് കറക്റ്റ് ഓർഡറിലാക്കി എഴുതുക. ഫസ്റ്റ് വേർഡ് ഹവ, ഒന്നാമത്തെ വരിയുടെ ആദ്യത്തെ വാക്ക് ഹവ. ഹവ ബഹ്രഹി ടണ്ടി ടണ്ടി. രണ്ടാമത്തെ വരി എന്താണ്, കൂംരഹി വഹ് ബഹ്കി ബഹ്കി. മൂന്നാമത്തെ വരി എന്താണ്, ഉടുത്തി ഉടുത്തി ആയീം ചിടിയാം. മൂന്നാമത്തെ വരി എന്താണ്, നാലാമത്തെ വരി എന്താണ്, ഫുദക് ഫുദക് വേഫി ചൗക്കീം. ഓക്കെ, അപ്പൊ ഇതായിരുന്നു ഇതിനെ കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനുള്ളതായിരുന്നു. അതിൽ ക്വസ്റ്റ്യൻ. കോൻ ഉടുത്തി ഉടുത്തി ആയി, ആരാണ് കോൻ ഉടുത്തി ഉടുത്തി ആയി, ആരാണ് വന്നത്, ആരാ, ചിടിയാം. ആൻസർ ചിടിയാം. ഉടുത്തി ഉടുത്തി ചിടിയാം ആയി. ഓക്കെ, അപ്പൊ ചിടിയാം ഇതായിരുന്നു ഒന്നാമത്തെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ. ഗതിവിധി 2, ചിത്ര പൗശാനയും और शब्द चुनकर लिखें. ടോമി ഏക്ക്, ടോമി എന്തായിരുന്നു, ഏക്ക് പില്ല ഹേ, ഒന്നാമത്തത് പില്ല. ഓക്കെ, ഇവിടെ എഴുതാനുള്ളത് പില്ലയായിരുന്നു, പില്ല. ഉസേ, ഇതെന്താണ്, ചായ്, ചായ്. അപ്പൊ ഇതായിരുന്നു രണ്ടാമത്തത്, ചായ് ആയിരുന്നു രണ്ടാമത്തത്, ചായ്. ഓക്കെ, ചായ് ആയിരുന്നു രണ്ടാമത്തത്. മൂന്നാമത്തത് എന്താണ്, ചായ്ക്ക് സാത്ത് ബിസ്കറ്റ്, ബിസ്കറ്റ് ഇതായിരുന്നു മൂന്നാമത്തേത്. ഖാന പസന്ത്, കഴിക്കുന്ന വളരെ സന്തോഷമായിരുന്നു. വഹ് ബോൾ, നാലാമത്തത് എന്തായിരുന്നു, ബോൾ. സേ ഖേൽത്താ ഹേ ഔർ, അഞ്ചാമത്തത് എന്താണ്, മഖി. അപ്പൊ ഇവിടെ എഴുതാനുള്ളത് 5, മഖി സേ ലഡ്താ ഹേ. ഓക്കെ, ഇത് ഒന്നാമത്തേത് പില്ല, ഒന്നാമത്തേത് പില്ലയാണ്. രണ്ടാമത്തേത് ചായ് ആണ്. മൂന്നാമത്തേത് ബിസ്കുട്ട് ആണ്. നാലാമത്തേത് ബോൾ ആണ്. അഞ്ചാമത്തേത് മഖിയാണ്. ഓക്കെ, അതിവിടെ എഴുതണം. ഇതായിരുന്നു ഗതിവിധി 2. गतिविधि 3 निर्देश के अनुसार रंग भरें.
നിർദ്ദേശം അനുസരിച്ച് നിറം നൽകുക എന്നുള്ളതാണ്. ഒന്ന് എഴുതിയിരിക്കുന്നത് ലാൽ. ലാൽ എന്ന് പറഞ്ഞാൽ ഏത് നിറമാണ്? ചുവപ്പ്. ലാൽ ചുവപ്പ്. ഒന്നെന്ന് എഴുതിയിരിക്കുന്നതിന് ചുവപ്പ് നിറം കൊടുക്കണം. എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം ചുവപ്പ് നിറം കൊടുക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം ചുവപ്പ് നിറം. ഓക്കെ. 2 എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം ഹര. ഹര എന്ന് പറഞ്ഞാൽ പച്ച. 2 എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം ഹര പച്ച നിറം കൊടുക്കുക. 2 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം ഹര പച്ച നിറം കൊടുക്കുക എന്നുള്ളതായിരുന്നു. 2 ഹര. ഇവിടെ എല്ലാം 2 ആണ്. ഗ്രാസ് ആണ്. ഇവിടെ എല്ലാം പച്ച നിറം കൊടുക്കാനായിരുന്നു. 2 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം ഹര പച്ച നിറം കൊടുക്കുക. ഓക്കെ. എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം ഹര. ഇനി മൂന്നാമത്തത് കാല. 3 എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം കാല കറുപ്പ് നിറം കൊടുക്കുക. 3 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം കാല. കാല എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറം. 3 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം കാല കറുപ്പ് നിറം കൊടുക്കുക. ഓക്കെ. 4 എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം നീല. നീല നിറം കൊടുക്കുക. 4 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം നീല നിറം കൊടുക്കുക. ഓക്കെ. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ. പുറത്തൊന്നും പോവാതെ നിങ്ങൾ കളർ ചെയ്തിട്ടുണ്ടാവും. 4 എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്തെല്ലാം നീല നിറം കൊടുക്കുക എന്നുള്ളതാണ്. ഇതായിരുന്നു ആക്ടിവിറ്റി. 1 എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം ലാൽ. 2 എന്ന് എഴുതിയിടത്തെല്ലാം ഹര പച്ച കൊടുത്തു. 3 എന്ന് എഴുതിയിരിക്കുന്നത് കാല കറുപ്പ് നിറം കൊടുത്തു. അതുപോലെ 4 എന്ന് എഴുതിയിരിക്കുന്നിടത്തെല്ലാം നീല നിറം കൊടുത്തു. ഇതായിരുന്നു അതിന്റെ എ ആക്ടിവിറ്റി. ഇനി ഇതിൽ ബി ആക്ടിവിറ്റി ഉണ്ട്. ബി എന്താണെന്ന് നോക്കാം. ഫൂൽ കാ രംഗ് ക്യാ ഹെ. ഫൂലിന് ഏത് നിറമാണ് കൊടുത്തത്? പൂവിന് ഏത് നിറമാണ് കൊടുത്തത്? ലാൽ ചുവപ്പ് നിറം കൊടുത്തു. ലാൽ ചുവപ്പ് നിറം. അതിവിടെ എഴുതണം. അടുത്ത ഗതിവിധി നോക്കാം. ഗതിവിധി 4 ആണ്. ചിത്രയ്ക്ക് അനുസാർ വാക്യ ലിഖേം. ചിത്രത്തിനനുസരിച്ച് വാക്യങ്ങൾ തയ്യാറാക്കുക. ലഡ്കി എന്ത് ചെയ്യുന്നു എന്നാണ്. ലഡ്കി ഇവിടെ ഇരിക്കുന്നു. ഇരിക്കുന്നതിന് എന്താ പറയാ? ലഡ്കി ബൈഠ്തി ഹേ. ഒന്നാമത്തത് ലഡ്കി ബൈഠ്തി ഹേ. രണ്ടാമത് കുട്ടി കളിക്കുന്നു. ലഡ്കി ഖേൽത്തി ഹേ. ലഡ്കി ഖേൽത്തി ഹേ. മൂന്നാമത് എന്ത് ചെയ്യാണ്? കുട്ടി കഴിക്കുകയാണ്. പെൺകുട്ടി കഴിക്കുകയാണ്. അപ്പൊ എന്ത് പറയണം? ലഡ്കി ഖാത്തി ഹേ. ലഡ്കി ഖാത്തി ഹേ. ഇതാണ് 1 ബൈഠ്തി ഹേ, 2 ഖേൽത്തി ഹേ, 3 ഖാത്തി ഹേ. അടുത്ത ഇനിയുണ്ട് 5 ഉറങ്ങുന്നു. ലഡ്കി ഉറങ്ങുന്നു. പെൺകുട്ടി ഉറങ്ങുന്നു. അപ്പൊ എന്താ വരിക? സോത്തി ഹേ. നാലാമത്തത് എന്തായിരുന്നു? സോത്തി ഹേ. അഞ്ചാമത്തത് പെൺകുട്ടി എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ്, വായിക്കുകയാണ്. അപ്പൊ 5 പഠ്തി ഹേ. ഓക്കെ. അപ്പൊ ഇതായിരുന്നു ഗതിവിധി 4. ആദ്യത്തേത് കുട്ടി ഇരിക്കുമായിരുന്നു. രണ്ടാമത്തേത് കുട്ടി കളിക്കുമായിരുന്നു. മൂന്നാമത്തേത് കുട്ടി കഴിക്കുമായിരുന്നു. നാലാമത്തേത് ഉറങ്ങുവാണ്. അഞ്ചാമത്തേത് വായിക്കുവാണ്. അഞ്ചാമത്തെ ഗതിവിധി നോക്കാം. നീതു കാ താ പില്ല ഏക്. ഇതിനെ കറക്റ്റ് ഓർഡറിലാക്കി എഴുതാനുള്ളതാണേ. അപ്പൊ ഒന്നാമത്തെ വരി ഇതാണെന്ന് തന്നിട്ടുണ്ട്. നീതു കാ താ പില്ല ഏക്. രണ്ടാമത്തേത് ബദൻ പേ ഉസ്കെ രൂയേം അനേക്. മൂന്നാമത്തേത് ചോട്ടി ടാങ്കേം ലംബി പൂഞ്ച്. നാലാമത്തെ വരി ഭൂരി ധാടി കാലി മൂഞ്ച്. അഞ്ചാമത്തെ വരി മക്കി സേവഹ് ലെട്ടാത്ത. ആറാമത്തെ വരി ഖടേ ഖടേ ഗിർ പട്ടാത്ത. ഓക്കെ. അപ്പൊ ഇത് ഓർഡർ അനുസരിച്ച് താഴെ എഴുതുക എന്നുള്ളത്. ഒന്നാമത്തത് നീതുക്കാത്ത, രണ്ടാമത്തത് ബദൻ പേ ഉസ്കെ, മൂന്നാമത്തത് ചോട്ടി ഠാങ്കെ, നാലാമത്തത് ഭൂരി ധാടി, അഞ്ചാമത്തത് മക്കി സേവഹ്, ആറാമത്തത് ഖടേ ഖടേ ഗിർ പട്ടാത്ത. ഇതിങ്ങനെ കറക്റ്റ് ഓർഡർ അനുസരിച്ച് എഴുതുക എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. ആറാമത്തെ ആക്ടിവിറ്റി പേര് ഇവിടുന്ന് കണ്ടെത്തി എഴുതുക. ഓക്കെ. പേര് കണ്ടെത്തി എഴുതുക എന്നുള്ളതായിരുന്നു. കലി എന്ന് പറഞ്ഞാൽ മൊട്ട്. ബാദൽ മേഘത്തിന് എഴുതുക. മേഘത്തിന് ബാദൽ എഴുതുക. മൊട്ടിന് കലി എന്ന് എഴുതുക. ബേർഡിന് ചിടിയാന്ന് എഴുതുക. ഹാത്തിക്ക് ഹാത്തി, എലിഫന്റിന് ഹാത്തി എന്ന് എഴുതുക. വീടിന്
ഖർ എന്ന് എഴുതുക. അതിവിടെ എടുത്തെഴുതുക എന്നുള്ളതായിരുന്നു ഗതിവിധി 6 ആക്ടിവിറ്റി. അല്ലെങ്കിൽ ഇത് എഴുതണം. ഗതിവിധി ബി എന്ന് പറയുന്നത് അതിൽ 6ൽ ബി വരുന്നത് ഇതും അതുപോലെ തന്നെയാണ്. ഒന്നാമത്തെ സൂരജ്. ഒന്നാമത്തത് സൂരജ് ആണ്. സൂരജ് സൂര്യൻ. രണ്ടാമത്തത് ഫാൻ. ഫാൻ എന്താ പറയാ? പങ്ക. അതിന്റെ താഴെ എഴുതുക. ഇവിടെ സൂര്യന്റെ താഴെ സൂരജ് എന്ന് എഴുതുക. ഓക്കെ. അതുപോലെ തന്നെ രണ്ടിന്റെ താഴെ പങ്ക എന്ന് എഴുതുക. മൂന്നാമത്തത് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈക്ക് പറയുന്നത് തിത്തലി. തിത്തലിയാണ് മൂന്നാമത്തത്. നാലാമത്തത് ആൺകുട്ടി. ആൺകുട്ടിക്ക് പറയുന്നത് ലഡ്ക എന്നാണ്. ലഡ്ക. അഞ്ചാമത്തത് പുസ്തകം. പുസ്തകത്തിന് പറയുന്നത് കിതാബ് എന്നാണ്. ഓക്കെ. അപ്പൊ ഇതായിരുന്നു 5ാം ക്ലാസ്സിലെ ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സ് നല്ലതുപോലെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ടേം ക്ലാസ്, സെക്കൻഡ് ടൈം ട്യൂഷൻ കിഡ്സ് ഏരിയ ഓൺലൈൻ സെപ്റ്റംബർ 8 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.